ഡിയർ ഫ്രണ്ട്സ്, വേർഡ്സ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഉപ്പ് സത്യാഗ്രഹത്തെക്കുറിച്ചും ദണ്ഡിയാത്രയെക്കുറിച്ചുമൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. Salt, a weapon of struggle. Salt is a thing we all need. The British levied taxes on salt, which Indians prepared on their own seashores. Those who did not pay taxes could be even imprisoned. This was the law. Gandhiji warned of mass violation of law if the tax on salt was not withdrawn. Salt, a weapon of struggle. ഉപ്പ് ഒരു സമരായുധമാണ്. വെപ്പൺ മീൻസ് ആയുധം. സാൾട്ട് ഈസ് എ തിങ് വി ഓൾ നീഡ്. ഉപ്പ് നമുക്കെല്ലാവർക്കും ആവശ്യമുള്ള ഒരു സാധനമാണ്. ദ ബ്രിട്ടീഷ് ലെവീഡ് ടാക്സസ് ഓൺ സാൾട്ട്. ബ്രിട്ടീഷുകാർ ഉപ്പിന് നികുതി ചുമത്തി. which Indians prepared on their own seashores. ഇന്ത്യക്കാർ അവരുടെ സ്വന്തം കടൽ തീരത്ത് ഉണ്ടാക്കിയിരുന്നു ഉപ്പിന്. ഇന്ത്യക്കാർ സ്വന്തം കടൽ തീരത്തുണ്ടാക്കിയിരുന്ന ഉപ്പിന് ബ്രിട്ടീഷുകാർ നികുതി ചുമത്തി. Those who did not pay taxes, നികുതി അടക്കാത്തവർക്ക് could be even imprisoned, അവരെയും ജയിലിൽ അടച്ചിരുന്നു. This was the law. ഇതായിരുന്നു നിയമം. ഗാന്ധിജി warned of mass violation of law if tax on salt was not withdrawn. ഉപ്പിൻ്റെ നികുതി പിൻവലിച്ചില്ലെങ്കിൽ ഒരു ജനകീയ നിയമലംഘനത്തിന് ഗാന്ധിജി മുന്നറിയിപ്പ് നൽകി. വയലേഷൻ ഓഫ് ലോ, നിയമ ലംഘനം. വിത്ഡ്രോൺ, പിൻവലിക്കുക. ദണ്ഡി മാർച്ച്, 12th March 1930 morning. Sabarmati Ashram woke up earlier that day. Thousands of people, including Jawaharlal Nehru and Sarojini Naidu, gathered there. Gandhiji told them, "I will return only if I win, or else I will offer my body to the seas." Gandhiji and his followers walked a long distance of about 388 kilometers from Sabarmati to the shores of Dandi in the hot sun. In front of an onlooking crowd, Gandhiji took a handful of salt and raising his hand said, "This handful of salt is the symbol of strength. This fist may be crushed, but the salt will not be given up." Thus, salt became the symbol of strength in the history of the Indian freedom struggle. ദണ്ഡി മാർച്ച്, ദണ്ഡിയാത്ര, 12th March 1930 മോർണിംഗ്. 1930 മാർച്ച് 12 പ്രഭാതം. സബർമതി ആശ്രം woke up earlier that day. സബർമതി ആശ്രമം അന്ന് പതിവിലും നേരത്തെ ഉണർന്നു. Thousands of people, ആയിരക്കണക്കിന് ജനങ്ങൾ, ഇൻക്ലൂഡിംഗ് ജവഹർലാൽ നെഹ്റു ആൻഡ് സരോജിനി നായിഡു, ജവഹർലാൽ നെഹ്റുവും സരോജിനി നായിഡുവും അടക്കം gathered there, അവിടെ ഒരുമിച്ച് കൂടി. ഗാന്ധിജി told them, ഗാന്ധിജി അവരോട് പറഞ്ഞു, "I will return, ഞാൻ മടങ്ങി വരും, only if I win, ഞാൻ വിജയിച്ചെങ്കിൽ മാത്രം. I will return only if I win, ഞാൻ വിജയിച്ചെങ്കിൽ മാത്രമേ മടങ്ങി വരികയുള്ളൂ. Or else, അല്ലെങ്കിൽ I will offer my body, ഞാൻ എൻ്റെ ശരീരം നൽകും, to the seas, സമുദ്രത്തിന്. Gandhiji told them, "I will return only if I win,
or else I will offer my body to the seas. ഗാന്ധിജി അവരോട് പറഞ്ഞു, ഞാൻ വിജയം നേടിയെങ്കിൽ മാത്രമേ തിരിച്ചു വരൂ, അല്ലെങ്കിൽ എൻ്റെ ശരീരം സമുദ്രത്തിന് നൽകും. ഗാന്ധിജി ആൻഡ് ഹിസ് ഫോളോവേഴ്സ് വാക്ക്ഡ്. ഗാന്ധിജിയും അദ്ദേഹത്തിൻ്റെ അനുയായികളും നടന്നു. എ ലോങ് ഡിസ്റ്റൻസ് ഓഫ് എബൌട്ട് 388 കിലോമീറ്റേഴ്സ് ഫ്രം സബർമതി. ഏകദേശം 388 കിലോമീറ്റർ ദൂരമുള്ള സബർമതിയിൽ നിന്നും. ടു ദ ഷോസ് ഓഫ് ദണ്ഡി. ദണ്ഡി തീരത്തേക്ക്. ഇൻ ദ ഹോട്ട് സൺ. പൊള്ളുന്ന വെയിലത്ത്. ഇൻ ഫ്രണ്ട് ഓഫ് ആൻ ഓൺ ലുക്കിംഗ് ക്രൗഡ്. നോക്കി നിൽക്കുന്ന ജനക്കൂട്ടത്തിന് മുന്നിൽ. ഗാന്ധിജി ടുക്ക് എ ഹാൻഡ്ഫുൾ ഓഫ് സാൾട്ട്. ഗാന്ധിജി ഒരു പിടി ഉപ്പെടുത്ത്. ആൻഡ് റേസിംഗ് ഹിസ് ഹാൻഡ് സെഡ്. അങ്ങനെ കൈ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, ദിസ് ഹാൻഡ്ഫുൾ ഓഫ് സാൾട്ട് ഈസ് ദ സിംബൽ ഓഫ് സ്ട്രെങ്ത്. ഈ ഒരു പിടി ഉപ്പ് ശക്തിയുടെ പ്രതീകമാണ്. സിംബൽ മീൻസ് പ്രതീകം. ദിസ് ഫിസ്റ്റ് മേ ബി ക്രഷ്ഡ്. ഈ മുഷ്ടി തകർത്തേക്കാം. ബട്ട് ദി സാൾട്ട് വിൽ നോട്ട് ബി ഗിവൺ അപ്പ്. പക്ഷേ ഈ ഉപ്പ് വിട്ടുകൊടുക്കില്ല. ദസ് സാൾട്ട് ബിക്കെയിം ദ സിംബൽ ഓഫ് സ്ട്രെങ്ത്. അങ്ങനെ ഉപ്പ് ശക്തിയുടെ പ്രതീകമായി. ഇൻ ദ ഹിസ്റ്ററി ഓഫ് ദ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ. ദ വയലേഷൻ ഓഫ് ദി സാൾട്ട് ലോ. ഉപ്പ് നിയമലംഘനം. മാർക്ക്ഡ് ദ ബിഗിന്നിങ് ഓഫ് ദ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് ഇൻ ദ കൺട്രി. രാജ്യത്ത് നിയമലംഘന സമരത്തിന് തുടക്കം കുറിച്ചു. കേരള ആൻഡ് ദ സാൾട്ട് സത്യാഗ്രഹ. കേരളവും ഉപ്പ് സത്യാഗ്രഹവും. വലിയ സഹന സമരമായി കരളുറച്ചു കൈകൾ കോർത്തു കാൽ നടക്കു പോകനാം. കൺതുറന്നു നോക്കുവിൻ, കൈകൾ കോർത്തിറങ്ങുവിൻ, കപട കുടില ഭരണകൂട മിക്ഷണം തകർക്കനാം. ബ്രിട്ടനെ വിരട്ടുവിൻ, ചട്ടമൊക്കെ മാറ്റുവിൻ, ദുഷ്ടനീതി വിഷ്ടപത്തിലൊട്ടുമേ നിലച്ചിടാ. വിജയമെങ്കിൽ വിജയവും മരണമെങ്കിൽ മരണവും ഭയവിഹീനമഖില ജനവും ആഗ്രഹിച്ചിറങ്ങണം. വെടികളടികൾ ഇടികളൊക്കെ വന്നുമേത്തുകൊള്ളുകിൽ പൊടി തുടച്ച് ചിരി ചിരിച്ചു മാറു കാട്ടി നിൽക്കണം. ഉപ്പു നാം കുറുക്കണം, ആരു വന്നെതിർക്കിലും അല്പവും കൊടുത്തിടാതെ കോപിയാതെ നിൽക്കണം. ലക്തിയില്ല തോക്കുമില്ല എങ്കിലും കരങ്ങളിൽ രക്തമുള്ള നാൾ വരെ നമുക്ക് യുദ്ധമാടണം. Such songs provided more enthusiasm to the struggle for freedom. ഇത്തരം ഗാനങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിന് കൂടുതൽ ആവേശം നൽകി. Singing these songs, the Satyagrahis set for the Payanur seashore in Kannur to violate the law on salt tax. Singing these songs, ഈ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് ദി സത്യാഗ്രഹീസ് സെറ്റ് ഫോർ ദ പയ്യന്നൂർ സീഷോർ ഇൻ കണ്ണൂർ. സത്യാഗ്രഹികൾ കണ്ണൂരിലെ പയ്യന്നൂർ കടപ്പുറത്തേക്ക് യാത്ര തിരിച്ചു. ടു വയലേറ്റ് ദി ലോ ഓൺ സാൾട്ട് ടാക്സ്. ഉപ്പു നികുതി നിയമം ലംഘിക്കാൻ വേണ്ടി. കെ കേളപ്പൻ ലെഡ് ദ പ്രൊട്ടസ്റ്റ് ഇൻ കേരള. കേരളത്തിലെ സമരത്തിന് കെ കേളപ്പൻ നേതൃത്വം നൽകി. ലേറ്റർ ഹി ബിക്കെയിം ടു ബി നോൺ ആസ് കേരള ഗാന്ധി. പിന്നീട് അദ്ദേഹം കേരള ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നു. Many leaders, including Gandhiji, who took part in the Salt Satyagraha, were arrested. ഉപ്പു സത്യാഗ്രഹത്തിൽ ഗാന്ധിജി അടക്കമുള്ള ധാരാളം നേതാക്കളെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. They were brutally beaten up by the police. അവർ പോലീസിനാൽ ക്രൂരമായി മർദ്ദിക്കപ്പെടുകയും ചെയ്തു. Identify other similar protests in Kerala related to the freedom struggle.
സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന മറ്റു സമരങ്ങൾ തിരിച്ചറിയുക. മലബാർ റെബല്ലിയൻ, വൈക്കം സത്യാഗ്രഹ, ഗുരുവായൂർ സത്യാഗ്രഹ. ഫ്രീഡം ഫൈറ്റേഴ്സ് ഓഫ് കേരള, കേരളത്തിലെ സ്വാതന്ത്ര്യ സമര സേനാനികൾ. ബിസൈഡ്സ് കെ കേളപ്പൻ, ടി കെ മാധവൻ, മുഹമ്മദ് അബ്ദുറഹ്മാൻ, കെ പി കേശവമേനോൻ, എ കെ ഗോപാലൻ, അക്കാമ ചെറിയാൻ, കുട്ടിമാളു അമ്മ etc. were the main leaders who led the freedom struggle in Kerala. കെ കേളപ്പനെ കൂടാതെ ടി കെ മാധവൻ, മുഹമ്മദ് അബ്ദുറഹ്മാൻ, കെ പി കേശവമേനോൻ, എ കെ ഗോപാലൻ, അക്കാമ ചെറിയാൻ, കുട്ടിമാളു അമ്മ തുടങ്ങിയവർ കേരളത്തിലെ സ്വാതന്ത്ര്യ സമരങ്ങളിൽ നേതൃത്വം വഹിച്ച പ്രമുഖരാണ്.